ഹായ് മൈ ഡിയർ ഫാമേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫാമേഴ്സ് 30/10/2025 ബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇതിനോടൊപ്പം തന്നെ പല വീഡിയോകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും പല ഫാമേഴ്സും ഇപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു ഹോൾഡർ എവിടെയാണ് കിട്ടാൻ ചോദിക്കുന്നുണ്ട്. അതായത് സെറാമിക് ഹോൾഡറാണ്, അദ്ദേഹത്തിന് ത്രെഡ് ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ത്രെഡ് ഇല്ലാത്തതും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറാമിക് ഹോൾഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉരുകിപ്പോകുന്നത് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള കാരണം വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം വീട് നിൽക്കും. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ബൾബ് കത്താത്ത പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും. അതിൻ്റെ തൊട്ടത്തായി അഫിലിയേറ്റ് എന്ന് കാണുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാനും പറ്റും. അതേപോലെ തന്നെ അത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ലിറ്റർ റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു 5000-10000 ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡെയിലി ലിറ്റർ റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ജോലി തീർന്നു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലിറ്റർ റാക്കിംഗ് മെഷീൻ്റെ വീഡിയോ ഇതിനോട് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പല ഫാമേഴ്സിനും ചെറിയൊരു ഡൗട്ടുണ്ട്, 30 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇളക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെച്ചാൽ ഒരു 33 ദിവസമായിട്ടുള്ള ഒരു 5000 കോഴിനെ വളർത്തുന്ന ഒരു ഫാമിൽ ആ ഒരു ലിറ്റർ റാക്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ റേറ്റ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ LFMS ഞാൻ പറഞ്ഞ മെഷീൻ ഇതാണ്. ഈ റാക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് 30 ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ 40 ദിവസമായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ റാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാച്ച് 33 ദിവസമായ ബാച്ചാണ്. ഏകദേശം 5500 കോഴികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു മെഷീൻ കടന്നു പോയ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ അത് റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും പല ഫാമേഴ്സിൻ്റെ ഡൗട്ട് 30 ദിവസം കഴിഞ്ഞ് ഇളക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു ലിറ്ററൊക്കെ നല്ല എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില ഫാമേഴ്സിനൊക്കെ ഉള്ള ഒരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെഷീൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പല്ലുകൾ കൊണ്ട് നമ്മുടെ ഫാമിൻ്റെ ആ ഒരു മണ്ണിൻ്റെ തറഭാഗം ഡാമേജ് വരില്ല എന്നുള്ളത്. അതിനും ഒരു ചാൻസ് ഇല്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിനെ പരിചയപ്പെടുത്തിയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മെഷീൻ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഫാർമർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചാണ് അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലുകൾ നമ്മുടെ ആ ഒരു തറയിലേക്ക് ആഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീല് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു വീൽ അവിടെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടി മാർക്കുന്നതിന് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മെഷീനിൽ വെച്ചിട്ട് ഒരാഴ്ചക്ക് 1-2 തവണ ഒക്കെ ഇളക്കിയിട്ട് ഇത് ഇളക്കാൻ പറ്റില്ല എന്ന് പറയരുത്. നമ്മൾ ഡെയിലി ഇളക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് റാക്ക് ചെയ്യാൻ പറ്റും.